30 വർഷത്തെ ഒരു പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രഷ്യസ് ആണ്. അതുകൊണ്ട് രാഖി ഇന്ന് കണ്ട ദിവസം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. രാഖി ആദ്യം പഠിക്കുന്നത് ആദ്യം പഠിപ്പിച്ച ഗുരുവിനെ മറക്കാൻ പാടില്ല. എന്റെ സംഗീത യാത്രയില് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം 30 വർഷമായി ഞാൻ പാട്ട് പഠിപ്പിക്കുന്നു. 30 വർഷം എന്നെ ഓർമ്മിച്ചത് 30 വർഷത്തിന് മുമ്പ് ആദ്യം എന്റെ മുമ്പിൽ വന്നിരുന്ന് പാട്ട് പഠിക്കാൻ വന്ന എന്റെ പ്രിയ ശിഷ്യ രാഖി. ശരിക്കും പറഞ്ഞാൽ അത്ഭുതവും സന്തോഷവും എന്തായാലും ഒരു സങ്കടം എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ചു നേരമായി കണ്ട ആളാകെ ഇങ്ങനെ വണ്ടറായിട്ട് നിൽക്കുകയാണ്. ഒരു 3 വർഷം അല്ലേ രാഖി? 3 വർഷം 3 വർഷം. അന്ന് ഇവൾക്ക് 8 വയസ്സ്. ഇന്ന് അവൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഓക്കെ. അപ്പൊ അന്ന് പഠിച്ച പിന്നെ പഠിച്ചില്ല, പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല എന്നാണ് ഇപ്പൊ പറയണത്. അപ്പൊ ഇപ്പൊ എന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യോ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി പാട്ട് പഠിക്കോ? ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിപ്പോ എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മുടെ പുതിയ മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് മെയ് മാസം. അപ്പൊ എന്തായിരുന്നാലും രാഖി ജോയിൻ ചെയ്യും അല്ലെ? രാഖി ജോയിൻ ചെയ്യും. പിന്നെ എന്തായിരുന്നാലും നമുക്ക് അന്ന് പഠിച്ച പാട്ടിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സിനിമ പാട്ടൊക്കെ ഇഷ്ടമാണോ? പാട്ട് കേൾക്കും, പാടാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട്. എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എന്റെ നെയ്ബർ ആയിരുന്നേ. അപ്പൊ അന്ന് ഓടി വന്ന് പഠിക്കാതിരുന്നതാണ്. അന്നത്തെ ആ ഒരു കൊച്ചുകുട്ടിയല്ല. ആ ഫേസ് കൊണ്ട് പുള്ളിക്കാർക്ക് മാറിയിട്ടില്ല. പക്ഷെ എന്നെ പറ്റി അവളോട് ചോദിക്കുന്നത് ഒരു മാറ്റമില്ല. അന്ന് കണ്ട അതേ പ്രായം തന്നെയാണ്. പ്രായമായിട്ടില്ല. ഞാൻ കോളേജില് സംഗീത കോളേജിൽ കയറുന്നതിന് 1 വർഷത്തിന് മുമ്പാണ്. ഞാൻ 96ലാണ് ഞാൻ ഇവിടെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഒരു 2 ലൈൻ പാടാം. സിനിമ പാട്ടാണെങ്കിൽ സിനിമ പാട്ട്. ഒരു ടച്ചും ഇല്ലാതിരിക്കും. ടീച്ചർ കൂടെ പാടാം. ഏത് പാട്ട് നമുക്ക് പാടാം? ആയിരം കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നൊരു പൈങ്കിളി മലർത്തിക്കിളി, പൈങ്കിളി മലർത്തിക്കിളി. ഓക്കെ, താങ്ക് യു. നല്ല ശബ്ദം. ഇനി പഠിക്കും കേട്ടാ. അതുപോലെ ക്ലാസിക്കല് ഞാൻ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 3 വർഷം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഗീതമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മ കാണുമല്ലേ? ഇപ്പൊ പാടണ്ട ഓർമ്മയുണ്ട്, കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ശ്രീകണ്ഠനാഥയൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനല് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഏതാ നമുക്ക് മലഹരി ഒന്ന് പാടിക്കൊടുത്താലോ? ശ്രീകണ്ഠനാഥ. ഓക്കെ, മലഹരി. ശ്രീഗണനാഥ സിന്ദൂര വന്ന കരുണ സാഗര ഹരിവദന കുമിഹര അംബാസുര ആമരവി ലംയോദന കുമിഹര. കൈ ഇവിടെ മറയ്ക്കട്ടെ. അതെ, ഒരുപാട് നാളായി. അപ്പൊ എന്തായിരുന്നാലും എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഇന്നത്തെ ദിവസം സത്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. 30 വർഷത്തെ ഒരു പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രഷ്യസ് ആണ്. അതുകൊണ്ട് രാഖി ഇന്ന് കണ്ട ദിവസം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. രാഖി ഇനി പഠിക്കുമല്ലോ? തീർച്ചയായും. ആദ്യം പഠിക്കുന്നത് ആദ്യം പഠിപ്പിച്ച ഗുരുവിനെ മറക്കാൻ പാടില്ല. എനിവേ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ രാഖിയുടെ ഹസ്ബൻഡുമായിട്ടാണ് എന്നെ കാണാൻ വന്നേക്കുന്നത്. രാഖിയുടെ ഹസ്ബൻഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് വിളിക്കാം. അപ്പൊ ഇദ്ദേഹമാണ് രാഖിയുടെ ഹസ്ബൻഡ്. ഞാൻ അന്ന് കണ്ടാണ് 96ല് ഇവിടെ ഞാൻ കണ്ടതാണ്. 2000 വരെ അല്ലേ? 2000 ഞാൻ കല്യാണം കഴിഞ്ഞു പോയി. അപ്പൊ അതുവരെ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ അപ്പൊ കല്യാണമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ ഇതാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡ് എന്ത് ചെയ്യണം? ഹസ്ബൻഡ് HCL മാനേജർ ആയിട്ട്. അപ്പൊ ഫുൾ സപ്പോർട്ടാണ്.
മാത്രമല്ല പുള്ളിക്കാരൻ ഡ്രം അല്ലേ, ഡ്രമ്മർ അല്ലേ? അതെ. ഓക്കെ, നല്ലൊരു കലാകാരൻ കൂടെയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇന്നൊരു തീരുമാനം എടുത്ത് ഡ്രം പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പി എന്ന നിലയ്ക്ക് ഭാര്യയെ പാട്ട് പഠിപ്പിക്കാനായിട്ട് വിടുന്നുണ്ട്, അതുപോലെ പുള്ളിക്കാരനും പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും നല്ലൊരു ദിവസം. അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട്. അപ്പൊ ഓക്കെ അല്ലേ?